സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പഴമാണ് മാമ്പഴം കേട്ടോ. അത് ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും. അത്രയധികം മാങ്ങ ഉണ്ടാകുന്ന മരങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അടുത്ത വീടുകളിലാണെങ്കിലും പറമ്പുകളിലാണെങ്കിലും അത് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരവസ്ഥ വരുമ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മാമ്പഴമൊക്കെ ഒരുമാതിരിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് വെച്ചിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം എപ്പോഴാണ് കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് മാമ്പഴം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണ്. അത്രയും നമുക്ക് എന്താ പറയുക, കേടുകൂടാതെ അത്രയും ഫ്രഷായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു മാങ്ങയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ നല്ല പോലെ കഴുകി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലി കളയത് ഇതേപോലെ തൊലിയെ കളഞ്ഞ് നല്ല വൃത്തിക്കാക്കി വെക്കുക കേട്ടോ. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ പൂളി വെക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൂളി വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ മാങ്ങയുടെ തൊലി കളയാന്ന് പറഞ്ഞാൽ ഇത്തിരി മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത്തിരി ക്ഷമ തന്നെ വേണം. വേഗം പൂണ്ടൊക്കെ കഴിയും, പൂളി കഴിയും, പൂണ്ട് കഴിയും. പക്ഷെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ടൈം അത് ഇത്തിരി വേണം തന്നെ. കഴിക്കാനൊന്നും നമുക്ക് അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെയ്യുന്ന കാര്യം ഇത്തിരി പ്രശ്നം. അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ അവസാനത്തെ മാങ്ങയും കൂടി ഞാൻ പൂളി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം ചെയ്യിച്ചാൽ ചെറിയ പീസുകളായിട്ടാണ് ഞാനത് പൂളിയേക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതാക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇത് വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നല്ല പോലെ അരഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ 2-3 പ്രാവശ്യം ആക്കിയിട്ടാണ് ഞാനിത് അരച്ച് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയും മാങ്ങിക്ക് ഇത്രയും എനിക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നല്ല അടികട്ടിയായിട്ടുള്ള പാത്രം, ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് 2 വലിയ ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചണ മാങ്ങയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉരുളി ചൂടായതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ആയാലും ഈ നമ്മൾ മാങ്ങ അരച്ചതായാലും ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേകം വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാൻ ഒത്തിരി ടൈം വേണം. ഇതൊന്ന് നമുക്കൊന്ന് കട്ടയായിട്ട് കിട്ടാനായിട്ട് വിട്ട് കിട്ടണം. അപ്പോൾ ഒത്തിരി ടൈം വേണം. അപ്പോൾ ഇളക്കി തന്നെ നിൽക്കണം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് നല്ല പോലെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്തിരി അകന്ന് നിന്ന് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ കൈമേക്ക് തെറിച്ച് വന്നപ്പോൾ പിന്നെ കയ്യിൽ ഞാൻ തുണി ചുറ്റിയിട്ടൊക്കെയായി ഞാൻ പിന്നെ ഒന്ന് ഇളക്കിയെടുക്കണത്. അത്രയ്ക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതേ ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ആയിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കലൊക്കെ നിർത്തി ഒന്ന് കൈയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഇളക്കി നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, ഇത്തിരി പാടന്നെയാണ്. ഇപ്പോൾ നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നമുക്ക് പോരാ, ഇനിയും ഒന്നും കൂടി കട്ടിയാവണം. അത് എന്ന് വെച്ചാൽ ജാമായിട്ട് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതൊന്ന് മാംഗോയുടെ ജാം ഉണ്ടല്ലോ, അങ്ങനെയായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിനും കൂടി ഉള്ള ലെവലായതുകൊണ്ട് നല്ല പോലെ കട്ടിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വരട്ടി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ചക്കയൊക്കെ വരട്ടില്ലേ, അതേപോലെ ഒന്ന് വരട്ടേക്കണം. ചക്കയിൽ നമ്മൾ ശർക്കര ആയിരിക്കും, ഇതിൽ നമ്മൾ പഞ്ചസാര ഇട്ടേക്കുന്നു, അത്ര തന്നെ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് നല്ല പോലെ ചൂട് കളഞ്ഞ ശേഷം ഞാൻ ഇപ്പോൾ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഇത് കട്ട പിടിച്ചിട്ടുണ്ട്. നല്ല പോലെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചില്ലുകുപ്പിയിലാണ് കേട്ടോ ഇത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഒരു ചില്ലുപാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ ഞാനൊരു ചെറിയൊരു ചില്ലുകുപ്പിയാണ് എടുത്തത്. അത് നിറയുന്നുള്ളൊരു ലെവലിലാണ് എടുത്തേക്കുന്നത്. ഇനി അത് അടച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഇത് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 1 സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഞാനൊരു ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഇതിലേക്ക്, അതും തണുത്ത വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നമുക്ക് എങ്ങനെയായാലും ഫ്രിഡ്ജിലെ വെള്ളമായാലും സാധാ വെള്ളം എങ്ങനെയായാലും കുഴപ്പമില്ലാതെ ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ.
കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ നല്ലപോലെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇത്രയും പഞ്ചസാര പോരാ, പിന്നെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് കുറയും, അല്ല മധുരത്തിൻ്റെ അളവ് കുറയും, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാൻ കാണിച്ചതാണ്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഓൾറെഡി നല്ല മധുരം ഉണ്ട് ഇതിൽ. അതിൽ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ഒരു മാംഗോ ജ്യൂസ് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് മാംഗോ ജ്യൂസായിട്ടും ഷെയ്ക്കായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നാൾ നമുക്ക് ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു മാമ്പഴക്കാലം ആവണ വരെയാണെങ്കിലോ അല്ലെങ്കിൽ എത്ര നാൾ വരെയാണെങ്കിലും നമുക്കിത് കേടാകാണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കിത് മാംഗോ ജ്യൂസോ അല്ലെങ്കിൽ മാംഗോ ഷെയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ജാമായിട്ട് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു വെച്ചാൽ ഇത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്കൊന്ന് ജ്യൂസ് കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളിത് സൂക്ഷിച്ച് വെച്ച ഇതൊക്കെ എടുത്ത് ഒരു ഇത്തിരിയൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിലും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ടായാലും ഇത് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ.